അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ യഥാർത്ഥ സഖാവ്, ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അവസാനം എന്ന് വേണേൽ പറയാം കേരളത്തിൽ എന്നുള്ളതാണ് ആ ചോദ്യത്തിൽ മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ. അതെ, അല്ല ഒരിക്കലും അല്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിലുണ്ടായതിനു ശേഷം എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ പോയി. പക്ഷെ അതിലെല്ലാം ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കുറച്ചുകൂടെ മുന്നിലായിരുന്നു VS. അതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. പക്ഷേ കമ്മ്യൂണിസം എന്ന് പറയുന്ന സിദ്ധാന്തം ലോകത്തിൻ്റെ കണ്ണാടിയാണ്. മാർക്സിസം എന്ന് പറയുന്ന സിദ്ധാന്തം ലോകത്തിൻ്റെ കണ്ണാടിയാണ്. അത് മണ്ണും മനുഷ്യനും ഉള്ളിടത്തോളം കാലം കമ്മ്യൂണിസം ഓക്കെ. ജനാധിപത്യം എന്ന് വിശ്വസിച്ചാണ് ആൾക്കാരെ നിലപാട് വിശ്വസിക്കുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ ഭരണത്തെ കാഴ്ച കണ്ടുകൊണ്ടാണ് VSനെ പറ്റി പറഞ്ഞത്. കാര്യം VS കറക്റ്റാണ്. VS ആണ് അതിൻ്റെ ന്യായാവധി, വേറെ ആരുമല്ല. കാര്യം ജനത്തെ സ്നേഹിക്കുന്നവനാണ് ജനാധിപത്യം സ്നേഹിക്കുന്നവൻ. ഇന്ന് ജനാധിപത്യമില്ല, ആധിപത്യമാണ് ഭരിക്കുന്നത്. ഇന്നത്തെ മുഖ്യമന്ത്രിയെ പഴിച്ചു തന്നെ ജനങ്ങളാണ് പറയുന്നത്. നേരിൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ജനങ്ങൾ. പറഞ്ഞാൽ മനസ്സിലായത് VSനെ VS ജനിക്കത്തില്ലെന്ന് പറയാനും VSൻ്റെ തത്വം എന്താണെന്നും VS ആരുടെ കൂടെ പൊരുതിയെന്നും ആർക്ക് വേണ്ടിയാണെന്നും അത് ഇന്നലെ കണ്ട ജനങ്ങൾക്കറിയാം. അതാണ് കാഴ്ചപ്പാട്. രാജഭരണമല്ലത്. ഉണ്ടാകത്തില്ല, അത് ഒരിക്കലും ഉണ്ടാകാൻ പറ്റത്തില്ല. അതിന് ഉണ്ടാകും വേറെ ആളിലെ അമ്പലപ്പുഴ നിയമനത്തിൽ മത്സരിച്ച ഒരാളെ കൊണ്ട് തന്നെ പറ്റത്തുള്ളൂ. തുറന്നു തന്നെ പറയില്ല. G. സുധാകരനെ കൊണ്ടേ പറ്റത്തുള്ളൂ, വേറെ ആരും കൊണ്ട് പറ്റത്തില്ല. ഈ കമ്മ്യൂണിസ്റ്റ് തിരിച്ചുകൊണ്ട് ഈ 20 പേരിൽ ആരെയും കൊണ്ടും പറ്റത്തില്ല. തുറന്നു പറയില്ല. കാര്യം എന്താ വെച്ചാൽ അത് കണക്കൊരു പ്രവർത്തകനാണ് G. സുധാകരൻ. അമ്പലപ്പുഴ നിയമങ്ങളുടെ നെറുകയിൽ നിന്നും എല്ലാ ജനങ്ങൾക്കും അവരുടെ എല്ലാം എത്തിച്ചു കൊടുത്ത നല്ലൊരു നേതാവ് G. സുധാകരൻ. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നും നിൽക്കുന്ന ഒരാളാണ്, നിലപാടനുസരിച്ച് പറയുന്ന ഒരാളാണ്. ഒരു അഭിപ്രായം എന്ന് പറയാനായിട്ടില്ല. നല്ലൊരു നേതാവായിരുന്നു. അവരുടെ കൂട്ടത്തിൽ നല്ലൊരു നേതാവായിട്ട് എനിക്ക് തോന്നിയത് പുള്ളി മാത്രമേ ഉള്ളൂ. ഇനി അങ്ങനെ ഒരാൾ ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. VSൻ്റെ ഒരു പാർട്ടിക്കാരനൊന്നുമല്ല. എങ്കിൽ തന്നെ അങ്ങനെ ചെയ്യുന്ന പ്രവർത്തിക്കുക അനുസരിച്ച് നല്ലൊരു നേതാവായിരുന്നു. ഇതുപോലത്തെ ആ നേതാവിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം സത്യമായി ഇപ്പോഴത്തെ കൊച്ചുപിള്ളേർക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പം കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഒരു ജീവിത രീതിയാണ്, ഒരു ചിന്താധാരയാണ്. അപ്പം ലാസ്റ്റ് കമ്മ്യൂണിസ്റ്റ് VS എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ കമ്മ്യൂണിസം മുറുകെ പിടിച്ച്, അതായത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് VS. പക്ഷേ ഇപ്പോഴും പാർട്ടിയിൽ ഇല്ലാത്തവരാണെങ്കിൽ പോലും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ചിന്തയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് കമ്മ്യൂണിസ്റ്റാണ് VS ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ചുറ്റുപാടും നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇപ്പോഴും ആ ഒരു രീതി മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും. VS ആണ് അവസാന കമ്മ്യൂണിസ്റ്റ് എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലോ ഒരു കൂട്ടം വ്യക്തിയിലോ ഒതുങ്ങുന്നതല്ല. കമ്മ്യൂണിസം എന്ന ആശയമാണ്, അതൊരു ആശയമാണ്. അതിനകത്ത് ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട്. ഇപ്പം AKG ആയാലും EMS അങ്ങനെ ഒരുപാട് അങ്ങനെ ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട്. അതുപോലെ ഒരു കരുത്തുറ്റ നേതാവൻ ഒരു പച്ച കമ്മ്യൂണിസ്റ്റാണ് VSൻ്റെ യുഗം അവസാനിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അത് ഒരിക്കലും കമ്മ്യൂണിസം അവസാനിച്ചെന്ന് പറയാൻ പറ്റില്ല. കമ്മ്യൂണിസം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ലോകം ഇങ്ങനെ തുടർന്നതനുസരിച്ച് പിന്നെ ഇപ്പം പലരും അങ്ങനെ പറയുന്നത് ഇപ്പം പുതിയതായിട്ട് പല അവകാശങ്ങൾ നേടിയെടുത്ത് കൊടുക്കാനുള്ള സമരങ്ങൾ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പം നിലനിൽപ്പില്ല. അതിൻ്റെ പേരിൽ അങ്ങനെ ഇടപെടാത്തതുകൊണ്ടായിരിക്കും പറഞ്ഞത്. VSൻ്റെയൊക്കെ തുടക്കം ഒരുപാട് പോരാട്ടങ്ങളും പല കാര്യങ്ങളും നേടിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇത് വെച്ചായിരിക്കും പറയുന്നത് VSൻ്റെ അവസാനത്തോടെ കമ്മ്യൂണിസം തീർന്നെന്ന് പറയുന്നത്. അപ്പോൾ ഞാനെന്തായാലും ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല. കമ്മ്യൂണിസം തുടർന്നുകൊണ്ടേയിരിക്കും, പുതിയ ആൾക്കാർ വരും, പുതിയ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരിക്കലും ഇതൊരു അവസാനമാണെന്ന് പറയത്തില്ല.